ഹലോ സുഹൃത്തുക്കൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മെൽബണിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവം കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അതായത് മെൽബണിലെ ഒരു നല്ലൊരു പള്ളിയുണ്ട്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ട്. മെൽബണിൻ്റെ ഒരു ശരിക്കും ആത്മീയ കേന്ദ്രമെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പള്ളിയാണിത്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഒരുപാട് വിസിറ്റേഴ്സും ടൂറിസ്റ്റും വരുന്ന പള്ളിയാണ്. പള്ളിയായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ഇച്ചിരി വിശ്വാസമുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ടാസ്മാനിയുള്ള വേറെ സ്റ്റേറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വരുമ്പം എന്തായാലും ഈ പള്ളിയിൽ നിന്ന് കയറി പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ടാസ്മാനിയ ആണെന്നപ്പോൾ എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പള്ളിയിൽ വന്ന് കയറിയിട്ടേ പോകാറുള്ളൂ, പ്രാർത്ഥിച്ചിട്ട് പോകാറുള്ളൂ എന്നൊക്കെ. പിന്നെ ഈ പള്ളി സിറ്റിയുടെ ഒത്ത നടുക്കായതുകൊണ്ട് ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ പള്ളിക്ക്. അതുകൊണ്ട് ഈ ചരിത്രം ഇഷ്ടപ്പെടുന്ന, ആർക്കിടെക്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വന്ന് ഈ പള്ളി കാണാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അത്രയ്ക്ക് നല്ല മനോഹരമായ ഭംഗിയുള്ളൊരു പള്ളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഈ ആർക്കിടെക്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഓസ്ട്രേലിയ സ്റ്റേറ്റാണ് വിക്ടോറിയ സ്റ്റേറ്റ്. വിക്ടോറിയയിലെ ക്യാപിറ്റലാണ് മെൽബൺ. അപ്പോൾ ഈ വിക്ടോറിയ സ്റ്റേറ്റിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കാത്തലിക് ചർച്ചാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഇത് 1840-കളിലൊക്കെ ബിൽഡ് ചെയ്ത പള്ളിയാണ്. സാമുവൽ ജോൺസൺ എന്ന് പറഞ്ഞ ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ട്സ് ഇംഗ്ലണ്ടിൽ നിന്ന് അവർ വന്നുണ്ടാക്കിയാണ്. അപ്പോൾ 1870-കളൊക്കെ പണി കഴിഞ്ഞൊരു പള്ളിയാണ്. പള്ളിയുടെ സ്റ്റോൺ ഇടലും കാര്യങ്ങളൊക്കെ ഫാദർ പാട്രിക് ജിയോഹൻ എന്ന് പറഞ്ഞൊരു അച്ഛനാണ്. ഐറിഷ് ഫ്രാൻസിസ്കൻ ഫ്രയറാണ്. ഫ്രാൻസിസ്കൻ ഫ്രയർ ആയതുകൊണ്ട് സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ പേരിൽ ഈ പള്ളി തുടങ്ങി ആ അച്ഛൻ. അപ്പോൾ ഈ പള്ളിക്ക് ഒരു കത്തീഡ്രൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു പള്ളി പണിത സമയത്ത്. അതായത് മെൽബൺ രൂപത ആർച്ച് തുടങ്ങിയ സമയത്ത് നമുക്ക് ഇവിടെ പള്ളി ഇല്ലായിരുന്നു. ആ സമയത്ത് സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ എന്ന വലിയൊരു പള്ളിയുണ്ട് ഇവിടെ, അത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ കുർബാന നടത്തിക്കൊണ്ടുന്ന ഒരു കത്തീഡ്രൽ സ്റ്റാറ്റസ് ഒക്കെ ഈ പള്ളിക്കുണ്ടായിരുന്നു, പ്രോ കത്തീഡ്രൽ എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പള്ളി മറ്റേ സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ തുടങ്ങിയപ്പം ഈ പള്ളിയുടെ കത്തീഡ്രൽ സ്റ്റാറ്റസ് പോയി. പക്ഷേ എന്നാലും ഇപ്പോഴും ഭയങ്കര അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴുണ്ട്. ഒരു ആത്മീയ കേന്ദ്രം തന്നെയാണ് ഇവിടുത്തെ ഈ മെൽബണിൻ്റെ തന്നെ. നമുക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി, നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു ഫീൽ ഗുഡായിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വന്ന് കയറുന്നതും അതിൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്നതും ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ ശരിക്കും തടിയുടെ പണിയാണ്. പണ്ടത്തെ പള്ളിയൊക്കെ അറിയാലോ, യൂറോപ്യൻ സ്റ്റൈലിലുള്ള പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ തടി കൊണ്ടുള്ള ഒരുപാട് വർക്കുണ്ട്. പിന്നെ ആ പഴയ പള്ളി അതേപോലെ നിലനിർത്തുന്നത് വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പഴയ പള്ളിയൊക്കെ എന്തോരം പള്ളികൾ പൊളിച്ച് പണിയൊന്നുമില്ല. എനിക്ക് ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. ഒരുപാട് എന്തോരം ആത്മീയമായിട്ടുള്ള കുറേ ഹിസ്റ്ററിയൊക്കെ ഉള്ള നല്ല നല്ല പള്ളികൾ, നല്ല ഭംഗിയുള്ള പള്ളികളൊക്കെ പൊളിച്ചിട്ട് പുതിയ മോഡേൺ ആയിട്ടുള്ളതാക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. പഴയ പള്ളി അതുപോലെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് റെനോവേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, എന്ത് നല്ലതല്ലേ. അപ്പോൾ ഈ പള്ളിക്ക് അത് വലിയൊരു ഉദാഹരണമാണ്. ഞാൻ ഇടയ്ക്ക് ഈ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ ഇവിടെ കുമ്പസാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നല്ലൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകാറുണ്ട്. വേറൊരു ഭയങ്കര സംഭവം തന്നെ, മാതാവിന് തന്നെയായിട്ടുള്ള വേറൊരു ചാപ്പലുണ്ട്. അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാക്കിയാണ്. അത് ഭയങ്കര ഭംഗിയിട്ട്, അത് ഭയങ്കര രസമാണ് കാണാൻ. അതിൻ്റെ 1850-കളിൽ അത് ഉണ്ടാക്കിയാണ്. അതിൻ്റെ ഫ്രഷ്നെസ് ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത് ഭയങ്കര സംഭവമാണ്. മാതാവിൻ്റെ ആ ചാപ്പലിൻ്റെ പേര് ലേഡി ചാപ്പൽ എന്നാണ്. ലേഡി, LADYE. പിന്നെ ഈ പള്ളിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ ഒരു ആത്മീയമായിട്ടുള്ള നമുക്കൊരു അന്തരീക്ഷം തോന്നുന്നതിന്, ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നതിന് വേറൊരു കാരണമുണ്ട്. കാരണം ഓസ്ട്രേലിയ എന്നുള്ള ആകെ ഒരു വിശുദ്ധ ഇപ്പോൾ ഉള്ള നിലവിൽ ആകെ ഒരു വിശുദ്ധയേ ഉള്ളൂ, സെൻറ്റ് മേരി മക്കിലോപ്പ്. അപ്പോൾ സെൻറ്റ് മേരി മക്കിലോപ്പ് ഇങ്ങനെ ബാപ്റ്റൈസ് ചെയ്തതും മാമോദിസ കൊടുത്തതും ആദ്യ കുർബാന സ്വീകരിച്ചതും കൺഫർമേഷൻ കൊടുത്തതൊക്കെ ചെയ്ത ഈ പള്ളി വെച്ചാണ്. ഈ പള്ളിയുടെ തുടക്കകാലത്തൊക്കെ, ആദ്യകാലത്ത് ഈ പള്ളി തുടങ്ങിയ സമയത്തൊക്കെ മാമോദിസ ചെയ്തതാണ് സെൻറ്റ് മേരി മക്കിലോപ്പിനെ. അത് കഴിഞ്ഞ് സെൻറ്റ് മേരി മക്കിലോപ്പിൻ്റെ കുറേ കാലം അല്ലേ ആദ്യ കുർബാനയും കൺഫർമേഷനൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സെൻറ്റ് മേരി മക്കിലോപ്പിൻ്റെ നല്ലൊരു പ്രസൻസ് ഉണ്ടായിരുന്നു ഈ പള്ളിക്ക്. അപ്പോൾ അതൊരു വലിയൊരു പ്രത്യേകതയാണ്.
അപ്പോൾ എന്തായാലും പള്ളി കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. അപ്പം പള്ളിയുടെ ശരിക്കും നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് എപ്പോൾ ഈ പള്ളി വന്നാലും എനിക്ക് മാത്രമല്ല മിക്ക ആൾക്കാർക്കും ആ ഒരു നല്ലൊരു എല്ലാവരും നല്ലൊരു പോസിറ്റീവ് ഫീലിങ്ങിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഈ പള്ളിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ, പള്ളികൾ, അങ്ങനെയുള്ള നല്ല നല്ല ആർക്കിടെക്ചേഴ്സ്, ഇവിടുത്തെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ വേണമെങ്കിൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ കാണിക്കാം, നടത്ത സ്ഥലങ്ങളൊക്കെ കാണിക്കാം. നല്ല കെട്ടിടങ്ങൾ, നല്ല ആർക്കിടെക്ചേഴ്സും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഞാൻ വീണ്ടും കാണിക്കാം. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻറ്റായിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവേത്. പിന്നെ ഇഷ്ടമായെങ്കിൽ വീഡിയോ വീണ്ടും കാണാൻ താല്പര്യം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ കേട്ടോ.